السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, വിശുദ്ധമായ റമളാനു ഷരീഫിലേക്ക് കടന്നിരിക്കുകയാണ് നാം ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന മാസമാക്കി അല്ലാഹു തആല മാറ്റാതിരിക്കട്ടെ എന്ന ദുആ ചെയ്തുകൊണ്ട് ഈ വിശുദ്ധ റമളാൻ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക. നമ്മിൽ പലർക്കും 50, 60, 40, 70 ഒക്കെ വയസ്സുള്ളവരുണ്ട്. അവരിൽ പലർക്കും എത്രയോ സമയങ്ങളിലായിട്ട് വിശുദ്ധ റമളാൻ ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ നാം ഈ റമളാനിൽ എന്ത് ചെയ്തു എന്ന് ഒരു പുനർവിചിന്തനം നടത്തിക്കൊണ്ട് ഈ വിശുദ്ധ റമളാനിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമളാനിന്റെ എല്ലാ സമയങ്ങളിലും ഒഴിവ് കിട്ടുന്ന സമയം എന്ന് പറയുമ്പോൾ സമയം അമൂല്യമാണോ എന്ന വിഷയത്തിൽ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്. അത് നോക്കിയാൽ സമയത്തിന്റെ വിലയും അതിന്റെ മഹത്വങ്ങളുമൊക്കെ മനസ്സിലാകും. കാണാത്തവർ അതൊന്ന് കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും സ്വർഗം ചോദിക്കുകയും നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുകയും ചെയ്യുന്ന ഈ ദുആ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കണം. അത് 30 ദിവസവും വേണം. എന്നാൽ ആദ്യത്തെ 10 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റും വർദ്ധിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹരി റമളാന റിഖാബൻ തുഅതിഖുഹാ ബിഅഫ്വിക വജ്അൽ റിഖാബനാ മിൻ തിൽക റിഖാബ് യാ തവ്വാബ് യാ വഹ്ഹാബ്. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وإخواننا وأخواتنا وأزواجنا وذرياتنا من الدين والمظالم والنار എന്ന് ദുആ ചെയ്യണം. അതേപോലെ റമളാനിന്റെ ഓരോ രാത്രിയിലും പകലിലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വ ഖതീഅത്തിൻ വ അതൂബു ഇലൈഹി വഹുവ ദായിമുൻ ഖായിമുൻ ലാ യഫൂതു വലാ യമൂതു ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ 10 വട്ടം വീതം ചൊല്ലണം, എല്ലാ ദിവസവും രാത്രിയും പകലും. അതേപോലെ എല്ലാ ദിവസവും അസ്റിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ദൽ ജലാലി വൽ ഇക്റാമി ഗഫാറൽ ദുനൂബി വ അതൂബു ഇലൈഹി എന്ന ദിക്ർ 100 വട്ടം ചൊല്ലുകയും രാത്രിയിലുള്ള ദുആകളിൽ, നിസ്കാര ശേഷമുള്ള ദുആകളിൽ اللهم امدد لنا في أعمالنا ووسع لنا في أرزاقنا وبلغ لنا آمالنا وصحح لنا أجسامنا فإنك تمحو ما تشاء وتثبت وعنده أم الكتاب എന്ന ദുആഉം കൂടി ചേർക്കുക. അതുപോലെ നിയ്യത്ത് വെച്ചതിന് ശേഷം പള്ളികളിൽ നിന്ന് പുരുഷന്മാർ സാധാരണ കേൾക്കുന്ന ഒരു ദുആ ഉണ്ട്. ആ ദുആ സ്ത്രീകളും കൂടി ചെല്ലുന്നത് നല്ലതായിരിക്കും. ആ ദുആ അല്ലാഹുമ്മ ജ്അൽ സിയാമി സിയാമസ് സ്വായിമീൻ വഖിയാമി ഖിയാമൽ ഖായിമീൻ വനബ്ബിഹ്നി അൻ നൗമത്തിൽ ഗാഫിലീൻ اللهم احفظ ألسنتي وأعضائي عن مفسدات الصوم كلها എന്ന ദുആ ആണ്. അത് നിയ്യത്തിന്റെ ശേഷം ഉൾപ്പെടുത്തൽ നല്ലതാണ്. അതേപോലെ ലോകത്ത്
അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയ വലിയ രണ്ട് സന്തോഷം ഏതാണെന്ന് ചോദിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു ലിസ്വാഇമി ഫർഹതാനി യഫ്റഹുഹുമാ ഇദാ അഫ്തറ ഫറഹ ബിഫിത്രിഹി വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി. നോമ്പുകാരനിക്ക് അവൻ സന്തോഷിക്കുന്ന രണ്ട് സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷമാണ്. മറ്റൊന്ന് അവന്റെ റബ്ബിനെ അവൻ കണ്ടുമുട്ടുന്ന സമയത്ത് അവന്റെ നോമ്പ് കാരണം അവൻ സന്തോഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് സന്തോഷങ്ങളും വേണ്ടുവോളം കരസ്ഥമാക്കാൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതുപോലെ നോമ്പ് തുറ എന്ന് പറയുന്നത് സന്തോഷമാണെന്ന് പറഞ്ഞല്ലോ. സന്തോഷ പ്രകടന സമയത്ത് തിന്നാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലാൻ മറന്നു പോകരുത്. സുന്നത്തായ ദിക്ർ മറന്നു പോകരുത്. ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്കിന് ഉത്തരം നൽകാൻ മറന്നു പോകരുത് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ വിശുദ്ധ റമളാനിന്റെ പകൽ സമയങ്ങളിൽ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിലും ഹൈലുകാരിയോ നിഫാസുകാരിയോ ആണെങ്കിലും വീടുകളിൽ പോലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് വിശുദ്ധ റമളാനിന്റെ ഹുർമത്തിനെ നിന്ദിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നമ്മുടെ വീടുകളിലേക്ക് ജോലിക്ക് ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവർക്ക് ഭക്ഷണം നൽകൽ പോലും റമളാനിന്റെ ഹുർമത്തിനെ നിന്ദിക്കലാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോ ഈ വിശുദ്ധ റമളാൻ നമുക്ക് ആദരിക്കാനും ബഹുമാനിക്കാനും ഉള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അർഹമായ ബഹുമാനം നൽകിക്കൊണ്ട് തന്നെ ബഹുമാനിക്കാൻ നാം തയ്യാറാവണം. നമ്മുടെ മക്കളെ അങ്ങാടികളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, വെള്ളം വാങ്ങിക്കൊടുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നാം വിട്ടുനിന്ന് റമളാനിന്റെ ഹുർമത്തിനെ കോട്ടം വരുത്താതിരിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.